കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് സാരമായ നാശനഷ്ടം സംഭവിച്ചതായി കുവൈറ്റ് അറിയിച്ചു. യുദ്ധം ആരംഭിച്ച ശേഷം കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ നിരന്തരം ആക്രമണം നടക്കുന്നത് പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ്. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ എണ്ണ ടാങ്കറിന് തീ പിടിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വലിയ തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കുവൈത്ത് ഔദ്യോഗിക വാർത്താ ഏജൻസിയും അറിയിച്ചിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച ശേഷം കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ നിരന്തരം ആക്രമണമാണ് നടക്കുന്നത്. എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ട് മുമ്പും ഡ്രോൺ ആക്രമണമുണ്ടായിരുന്നു. അതേസമയം ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് സാരമായ നാശനഷ്ടം സംഭവിച്ചുവെന്ന് കുവൈത്ത് ഏവിയേഷൻ ഫ്യൂവലിംഗ് കമ്പനിയും അറിയിച്ചു. അതേസമയം യുദ്ധം വൈകാതെ തന്നെ അവസാനിപ്പിക്കുമെന്നും യുദ്ധം തുടങ്ങിയപ്പോൾ തനിക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് നേടിയെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ആണവായുധം ഉണ്ടാകാൻ പാടില്ല. ആ ലക്ഷ്യം ഞാൻ കൈവരിച്ചു. അവർക്കിനി ഒരിക്കലും ആണവായുധം ഉണ്ടാകില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അടുത്ത ദിവസം ഇറാൻ യുദ്ധം സംബന്ധിച്ച് ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് എക്സിൽ കുറിച്ചത്. ഇറാൻ യുദ്ധം അവസാനിക്കാൻ പോവുകയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചിരുന്നു. ഇന്നും നാളെയുമല്ല, പക്ഷേ ഇറാൻ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്നായിരുന്നു റൂബിയോയുടെ പ്രതികരണം. യുദ്ധം തുടങ്ങിയത് ഇറാൻ അല്ലെന്നും എന്നാൽ കൃത്യമായ ചില ഉറപ്പുകൾ ലഭിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനും പറഞ്ഞു. US ഇസ്രയേൽ അധിനിവേശമാണ് നടന്നത്. പ്രാദേശിക ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഇറാന് ഉറപ്പു ലഭിക്കണമെന്നും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പെസൻഷ്കിയാൻ പറഞ്ഞു. ഇറാൻ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നും ഒരു യുദ്ധവും തുടങ്ങിയിട്ടില്ലെന്നും പെസൻഷ്കിയാൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.